ചികിത്സാ സഹായം വിതരണം ചെയ്തു. കായംകുളം ചേരാവള്ളി 327 നമ്പർ SNDP ശാഖയിലാണ് ചികിത്സാ സഹായം വിതരണം ചെയ്തത്. 327 നമ്പർ ചേരാവള്ളി SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിലാണ് ചികിത്സാ സഹായം വിതരണം ചെയ്തത്. യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖായോഗം പ്രസിഡന്റ് D സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ഈ ചികിത്സാ ധനസഹായം എന്ന് പറയുന്നത് ചിലർക്ക് വന്ന് വാങ്ങുന്നതിനും ഇതുപോലത്തെ ഒരു വേദി വെച്ച് കൊടുക്കുന്നതിനും ഒക്കെ ഒരു പരിമിതികളുണ്ട്. കാര്യം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസുഖങ്ങളൊന്നും ആരും ജനിച്ചപ്പോഴേ കൊണ്ടുവരുന്നതൊന്നുമല്ല, വന്ന് പെട്ടുപോകുന്നതാണ്. അപ്പം അതിൽ നമുക്കൊരു താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ ഇതുപോലത്തെ ശാഖായോഗത്തിലെ പ്രവർത്തകർ ഇന്നിപ്പോൾ ഈ 1 ലക്ഷം രൂപ ഇവിടെ ഇത്രയും ചികിത്സാ ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടി ശാഖയിലുള്ള പ്രവർത്തകരെല്ലാവരും പല ആൾക്കാരിൽ നിന്നും സംഭാവനകളായി സ്വീകരിച്ച സംഭാവനകളാണ് നമ്മൾ ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കുന്നത്. 26 പേർക്ക് 1 ലക്ഷം രൂപയോളമാണ് ചികിത്സാ സഹായം നൽകിയത്. ബോർഡംഗം പ്രവീൺ കുമാർ, യൂണിയൻ മേഖലാ കൺവീനർ പനക്കൽ ദേവരാജൻ, സുഷമ തങ്കപ്പൻ, ഭാസുര മോഹൻ, VS സോണി എന്നിവർ ചികിത്സാ സഹായം വിതരണം ചെയ്തു. N രവി, സജിത്ത്, ദേവദാസ്, അമ്പിളി രാജേന്ദ്രൻ, മിനി രമേശ്, ഡോക്ടർ അശ്വതി, മോൻസി, പ്രസന്നൻ, ശശിധരൻ കൊല്ലശ്ശേരിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പോൾ വിദ്യ കൊണ്ട് നമ്മൾ ഇപ്പോഴും വളരെയധികം പിന്നോക്കം നിൽക്കുകയും സംഘടിച്ചും മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴുമില്ല. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഓച്ചിറ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക. ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ വലിയ ഒരു സമരം 2023 നമ്മൾ യൂണിയൻ സെക്രട്ടറി ശ്രീ പ്രദീപ് ലാലിന്റെ നേതൃത്വത്തിൽ നമ്മളവിടെ നടത്തുകയാണ്. ജാതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഈഴവ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് അവിടെ ഒരു ഭാരവാഹിത്വം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ടായി. അതിനെതിരെ നമ്മൾ സംഘടിച്ചുകൊണ്ട് കരുനാഗപ്പള്ളി, കായംകുളം, ചാരുമൂട് യൂണിയനിലൂടെ സംയുക്ത നേതൃത്വത്തിൽ ഇവിടെ ഒരു വലിയ പ്രതിഷേധ സമരം നടത്തിയതിന് ശേഷമാണ് ഓച്ചിറയിൽ അവിടെ ഒരു പുതിയ ഭരണസമിതി അല്ലെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് വന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.